ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. എടയാർ വ്യവസായ മേഖലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയതായി ആക്ഷേപം. നഗരസഭയുടെ ടൗൺ ഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടങ്ങളിൽ മത്സ്യകൃഷി ചെയ്തു വന്നിരുന്ന കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് പെരിയാറിന്റെ ചില ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളത്തിന് രൂക്ഷ ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഏലൂർ, ചേരാനെല്ലൂർ, വരാപ്പുഴ, മൂലമ്പല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ദിവസങ്ങളായി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. വിഷം കലർന്ന മത്സ്യം ആയതുകൊണ്ട് തന്നെ ഇവ ഭക്ഷിക്കരുതെന്ന് ആരോഗ്യ വിഭാഗം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ മത്സ്യകൃഷി ചെയ്തു വന്നിരുന്ന കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത്. നങ്ക്, കൂരി, കൂളർ ഉൾപ്പെടെയുള്ള വിവിധയിനം മത്സ്യങ്ങളാണ് കൂടുതലായും കാണപ്പെട്ടത്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. എടയാർ മേഖലയിൽ നിരവധി വ്യാവസായിക സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് പെരിയാറിലേക്കാണ്. നേരത്തെയും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയതായി ആക്ഷേപം. നഗരസഭയുടെ ടൗൺ ഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. നവീകരണത്തിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടും LDF ഭരണസമിതി തുടരുന്നത് ദീർഘമായ മൗനമാണെന്ന് BJP ആരോപിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. പല കൗൺസിൽ യോഗങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ടൗൺ ഹാളിൻ്റെ നവീകരണത്തിന് പൊതുമരാമത്ത് കമ്മിറ്റി നിർദ്ദേശം സമർപ്പിച്ചിട്ടും നഗരസഭ ഭരിക്കുന്ന LDF ഭരണസമിതി തുടരുന്നത് ദീർഘമായ മൗനമാണെന്ന് BJP ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിൽ ഒരു വിവാഹ ചടങ്ങിനിടെ പെയ്ത ശക്തമായ മഴയിൽ മേൽക്കൂര ചോർന്ന് സദ്യ ഉൾപ്പെടെ അലങ്കോലപ്പെട്ടു. ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ കഴിഞ്ഞ വർഷം നടത്തിയ വയോജനങ്ങൾക്കുള്ള കട്ടിൽ പദ്ധതിയിൽ ബാക്കി വന്ന കട്ടിലുകൾ കൂട്ടിയിട്ടത് മൂലം കട്ടിലുകൾ നനഞ്ഞ് കുതിർന്ന് നശിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുഴുവൻ വാർഡുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നഗരവും പ്രദേശങ്ങളും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കണമെന്ന ബോധവൽക്കരണം നടത്തുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ടൗൺ ഹാൾ ഏറെ ജനങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. ടൗൺ ഹാളിൻ്റെ പരിസരം പൂർണ്ണമായും ഫ്ലക്സ് മാലിന്യങ്ങൾ കൊണ്ടും പൊട്ടിയ ക്ലോസറ്റ് വേസ്റ്റ് ഉൾപ്പെടെ മറ്റു പലതരത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞും വൃത്തിഹീനമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തി ടൗൺ ഹാളും പരിസരവും സംരക്ഷിക്കണമെന്നും ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടം അടിയന്തരമായി പുതുക്കിപ്പണിയണമെന്നും കട്ടിലുകൾ നനഞ്ഞൊലിച്ച് നശിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് പരിശോധിച്ച് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പാർലമെൻ്ററി പാർട്ടി ലീഡർ TS സജീവൻ ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ലക്ഷ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, നഗരസഭാ കൗൺസിലർ ശാലിനി വെങ്കടേഷ്, പരമേശ്വരൻകുട്ടി തുടങ്ങിയവരും സംബന്ധിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ സ്വദേശിനി തുണ്ടത്തിൽ വീട്ടിൽ ശാന്ത, മക്കളായ സിബി, അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായത്. സമീപവാസിയായ സഹോദരങ്ങളായ യുവാക്കൾക്ക് വീട്ടുകാർ പണം കടം നൽകിയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാത്തതിനെ തുടർന്ന് അടുത്തിടെ വീട്ടുകാർ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വീട്ടുകാരും അയൽവാസികളായ യുവാക്കളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അയൽവാസികളായ യുവാക്കളും ഇവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെടെ 7 പേരടങ്ങിയ സംഘം വീട് കയറി ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധികയെയും മക്കളെയും ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മീഡിയ ടൈം, തൃശൂർ.
വീട്ടുമതിലിൽ ഭരണഘടനാ മൂല്യങ്ങളെ പ്രചരിപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ. ഗുരുവായൂർ ജോയിന്റ് RTOയും പരിയാരം സ്വദേശിയുമായ പായിപ്പാടൻ വീട്ടിൽ ശിവനാണ് ഭരണഘടനയും തത്വങ്ങളും ജനങ്ങളുടെ അറിവിലേക്കായി പ്രചരിപ്പിക്കുന്നത്. വീട്ടുമതിലുകൾ മഹത്വാക്യങ്ങളും കച്ചവട സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളും സാമ്പത്തിക ലാഭത്തിനായി നൽകുന്ന ഇക്കാലത്താണ് സ്വന്തം മതിലിൽ ഭരണഘടനാ മൂല്യങ്ങളുടെ പ്രചരണത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ഭരണഘടനയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനുള്ള ചെറിയൊരു ഉദ്യമം എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതെന്ന് ശിവൻ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നമ്മുടെ വളർന്നു വന്ന തലമുറ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ മതിലിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കുറച്ച് ആർട്ടിക്കിളൊക്കെ എഴുതി വയ്ക്കാനുണ്ടായ കാരണം. അപ്പോൾ ഞാനിത് എഴുതി വയ്ക്കുന്ന സമയത്ത് തന്നെ ദീപ വഴിപാട് പോകുന്ന ആൾക്കാർ പലരും ഇതെന്താണ് സാധനം എന്നുള്ളത് അവരോട് ചോദിക്കുന്നു. എന്നാൽ അവർക്ക് ഈ ആർട്ടിക്കിൾ എന്തെന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞ സാധനം എന്ന ബിടെക് കഴിഞ്ഞ പിള്ളേർ മുതൽ ഇതെന്താ ചേട്ടാ ഇത് സാധനം എവിടെ നിന്ന് സാധനം ചേട്ടന് കിട്ടിയെന്ന് ചോദിച്ചത്. അതായത് അപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല എന്നുള്ളതാണ് ശരി. ഭരണഘടനയ്ക്ക് പുറമെ ജാതി ഉന്മൂലനം, ഏതു മതത്തിലെയും വിശ്വാസികളുടെ അവകാശം, തുല്യത എന്നിവയെക്കുറിച്ചും ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ശ്രീബുദ്ധൻ, ഡോക്ടർ അംബേദ്കർ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു എന്നീ മഹാത്മാക്കളുടെ സന്ദേശങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുറ്റുമതിലിൽ. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഭരണഘടനാ തത്വങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് ശിവന്റെ ആവശ്യം. എല്ലാ ദിവസവും രാവിലെ ശ്രീബുദ്ധൻ, അംബേദ്കർ, അയ്യങ്കാളി എന്നിവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. 1995 പോളിടെക്നിക് അധ്യാപകനായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ശിവൻ 2001 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി ഗതാഗത വകുപ്പിൽ പ്രവേശിച്ചു. അടുത്തു തന്നെ പുറത്തിറങ്ങുന്ന സലീം ബാവയുടെ ചിത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായി വേഷമിട്ടിട്ടുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ. മീഡിയ ടൈം, ചാലക്കുടി. കുടുംബശ്രീ അരങ്ങ് 2024 മതിലകം മാള ബ്ലോക്ക് തല ക്ലസ്റ്റർ കലാമേളയ്ക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ട അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമായി നടപ്പിലാക്കുന്ന കലാമേളയാണ് അരങ്ങ് 2024. മതിലകം മാള ബ്ലോക്ക് തല ക്ലസ്റ്റർ പരിപാടിക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. 3 ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പരിപാടിയിൽ മതിലകം മാള ബ്ലോക്കിൽ നിന്നുള്ള എല്ലാ കുടുംബശ്രീ CDSകളുടെയും പ്രാതിനിധ്യം ഉണ്ടാകും. സ്റ്റേജ് ഇതര ഇനങ്ങളായ കവിതാരചന, കഥാരചന, ജലച്ചായം, കാർട്ടൂൺ, കൊളാഷ്, ചിത്രരചന മുതലായവയുടെ മത്സരങ്ങൾ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും മറ്റ് സ്റ്റേജ് ഇന മത്സരങ്ങൾ ചന്തപുര ടൗൺ ഹാളിലുമായിട്ടാണ് നടക്കുന്നത്. അയൽക്കൂട്ടത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് അരങ്ങ് അയൽക്കൂട്ടം എന്ന വിഭാഗത്തിലും ഓക്സിലറി ഗ്രൂപ്പിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് അരങ്ങ് ഓക്സിലറി എന്ന വിഭാഗത്തിലും ആയിരിക്കും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രാഥമിക ഘട്ടമായ ADS തലത്തിന് ശേഷം CDS തലത്തിൽ മത്സരിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കിയവരാണ് ബ്ലോക്ക് ക്ലസ്റ്റർ തലത്തിൽ മത്സരിക്കുന്നത്. ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് ജില്ലാ തലത്തിലേക്കും, ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് സംസ്ഥാനത്തിലേക്കും അർഹത നേടും. സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ജില്ല ഓവറോൾ ചാമ്പ്യൻ ട്രോഫിക്ക് അർഹരാകും. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ അരങ്ങേറുന്ന കലാമേളയുടെ മതിലകം മാള ബ്ലോക്ക് തല ക്ലസ്റ്റർ മത്സരങ്ങൾക്ക് പ്രോഗ്രാം ജനറൽ കൺവീനറായ ADMC പ്രസാദ് K, ജില്ലാ പ്രോഗ്രാം മാനേജർ അജീഷ MA, സിറ്റി മിഷൻ മാനേജർ ശാരിക അശോക്, മതിലകം മാള ബ്ലോക്കിൽ ഉൾപ്പെട്ട CDS ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, CDS അക്കൗണ്ടന്റുമാർ എന്നിവർ നേതൃത്വം നൽകും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. ഷാനാഥിന് റേഞ്ച് ഓഫീസിലെ സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. എക്സൈസ് കമ്മീഷണറുടെ വെണ്മ പുരസ്കാരം തുടർച്ചയായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു. കോട്ടപ്പുറം മുസ്രീസ് പാർക്കിൽ വെച്ച് നടത്തിയ യാത്രയയപ്പ് സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ S. ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ T.K. ഗീത, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, എക്സൈസ് വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർ, മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തന്റെ സേവന മികവ് കൊണ്ട് കൊടുങ്ങല്ലൂർ താലൂക്കിലെ മികച്ച എക്സൈസ് ഇൻസ്പെക്ടർ എന്ന പേര് സമ്പാദിക്കാൻ M. ഷാംനാഥിന് കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ താലൂക്കിൽ നിന്ന് 1000-ഓളം അബ്കാരി കേസുകളും മയക്കുമരുന്ന് കേസുകളും കണ്ടെടുത്ത അദ്ദേഹം വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു. ജില്ലയിലെ മികച്ച ഓഫീസിനുള്ള എക്സൈസ് കമ്മീഷണറുടെ വെണ്മ പുരസ്കാരം തുടർച്ചയായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടിയിൽ ബസ് തലയിലൂടെ കയറി യുവാവിന് ദാരുണാന്ത്യം. കനകമല കുറ്റിക്കാടൻ ജേക്കബ് മകൻ ബിജുവാണ് മരിച്ചത്. ചാലക്കുടി ടൗൺ ഹാളിന് സമീപം ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് കാറിൽ ഇടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ ബിജുവിന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ചാലക്കുടി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോട്ട വ്യാസപുരത്ത് പലചരക്ക് സ്റ്റേഷനറി കട പൂർണ്ണമായി കത്തിനശിച്ചു. 4 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടെന്ന് നിഗമനം. പോട്ട വൈപ്പിൽ പ്രഭാകരൻ മകൻ സജിത് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കട. തിങ്കളാഴ്ച രാവിലെ 6:30 പാലിറക്കുവാൻ വന്ന വണ്ടിക്കാരനാണ് കടയുടെ ഉള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. ഉടൻ തന്നെ സമീപവാസിയെ വിവരമറിയിച്ച് തീ അണയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണയ്ക്കുകയായിരുന്നു. പുകഞ്ഞ് തീ പടരുകയായിരുന്നു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച സ്റ്റോക്ക് എടുത്തു വന്ന മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചതായി സജിത് പറഞ്ഞു. തലൂർ പോത്തോട്ടപ്പറമ്പിന് സമീപത്തെ വളവിൽ നിയന്ത്രണം വിട്ട KSRTC സ്വിഫ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരത്ത് നിന്നും പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. സ്ഥിരം അപകട മേഖലയായ വളവിൽ ശരിയായ രീതിയിൽ കാണാവുന്ന തരത്തിൽ അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. CPIM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NK വാസു അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CS രഘു, CR പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ടംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമായി ഒരുക്കിയ കലാമേളയായ അരങ്ങ് 2024 ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ക്ലസ്റ്റർ തല കലോത്സവ പരിപാടിക്ക് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ തുടക്കമായി. വെള്ളാങ്കല്ലൂർ ഇരിങ്ങാലക്കുട കുടുംബശ്രീ CDSലെ 11 ചെയർപേഴ്സൺമാരും ചേർന്ന് തിരിതെളിച്ച് ആരംഭം കുറിച്ചിരുന്നു. മെയ് 22 വരെയാണ് കലാമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. എടവിലങ്ങ് ജനതാ റെസിഡൻസ് അസോസിയേഷനും മോഡേൺ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജനതാ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. JRA പ്രസിഡന്റ് VM ബൈജു അധ്യക്ഷത വഹിച്ചു. മോഡേൺ ഹോസ്പിറ്റൽ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ജോസ് ഊക്കൻ സ്നേഹ സന്ദേശം നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ ശശിധരൻ കരിനാട്, PA ഷിയാഫ്, ക്യാമ്പിന് മോഡേൺ ഹോസ്പിറ്റൽ PRO സബീന, സുറുമി എന്നിവരും JRA ഭാരവാഹികളായ റഹീം, US നിദാൽ, മായ, ജ്യോതിഷ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം കൊടുങ്ങല്ലൂർ ടൗൺ ഈസ്റ്റ് മേഖലാ ശാഖ നേതൃസംഗമം നടന്നു. യോഗം കൗൺസിലറും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബി റാം ഉദ്ഘാടനം നിർവഹിച്ചു. കൺവീനറും യോഗം കൗൺസിലറുമായ PK പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, കമ്മിറ്റി അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊൻകതിർ ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. കാര സെന്റ് ആൽബന സ്കൂളിൽ നടന്ന ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PB ഷിബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ മുഖ്യാതിഥിയായിരുന്നു. NR രമേശ്, സുധീഷ്, അമ്മവീട് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പണിക്കശ്ശേരി കുടുംബസംഗമം നടന്നു. എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കുടുംബസംഗമം അബ്ബാസ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ബഷീർ പണിക്കശ്ശേരി അധ്യക്ഷനായി. ഖാലിദ അഷ്റഫ്, നസീർ ഹുസൈൻ, ഹസീബ് ചെയർമാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആദരിക്കൽ ചടങ്ങ്, സമ്മാനദാനം, കലാപരിപാടികൾ എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. എടയാർ വ്യവസായ മേഖലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് നാട്ടുകാർ.
കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ടൗൺ ഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയതായി ആക്ഷേപം. നഗരസഭയുടെ ടൗൺ ഹാളിന്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീട് കയറി ആക്രമിച്ചു. വയോധിക ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.